മോൾ ആവശ്യപ്പെട്ട അനുസരിച്ച് അമ്മ ചിക്കൻ കറിയുടെ റെസിപ്പി തയ്യാറാക്കുകയാണ്. അപ്പം മോള് നോക്കുക. ഇതാ നമ്മൾ പാൻ വെച്ചു, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ഇത് പറഞ്ഞിട്ടാട്ടെ, ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പൊഴിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിത് കുക്കറിലാണ് ഇന്ന് വേവിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒറ്റ വിസിൽ മതി. അപ്പം കുക്കറിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ 4 സവാളയും 3 ചെറിയ ടൊമാറ്റോ, ഒരു 6 വെളുത്തുള്ളിയും, ഇത്രയും നീളത്തിൽ നല്ലൊരു ഇഞ്ചിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂട്ടി ഇത് വഴറ്റാൻ പോവാണ്. നമുക്ക് ലേശം ഉപ്പൂടെ അങ്ങിട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് പിന്നെ നമ്മൾ ചിക്കന് ചേർത്താൽ മതിയല്ലോ. അങ്ങ് പെട്ടെന്ന് നമുക്കത് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ കുക്കറിനകത്ത് ഇറച്ചി കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. കുക്കറിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇറച്ചി അങ്ങിടണം. അപ്പോൾ ഇത് വഴറ്റി എടുത്തിട്ട് ബാക്കി കാണിക്കാം. അപ്പം മോളെ നമ്മളിത് വഴറ്റി കണ്ടാട്ടെ. അപ്പം നമുക്കിനി ഇതിൻ്റെ ചേരുവകൾ ആദ്യം 1 2 3 ടീസ്പൂൺ മുളക് പൊടി. ഞാനത് മിക്സ് ചെയ്തേക്കുവാണ്, കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടെ. അതുപോലെ മല്ലിപ്പൊടി ഒത്തിരി നമുക്കങ്ങ് മതി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞളും ഇട്ട് കൊടുക്കണം, മഞ്ഞൾ. അപ്പം ഇത്രയും ഇട്ട ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതൊന്ന് ചൂടാകണം. ഇതെന്താ പച്ചമണം പോകണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും. അപ്പോൾ ഏകദേശം ഞാനൊരു 2 kg ചിക്കൻ്റെയാണ് മോളെ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം 2.5 kg ആണേലും നമുക്ക് ഇത്രയും ഐറ്റംസൊക്കെ മതി ഇതിന്. അപ്പം ഇതൊന്നിൻ്റെ പച്ചിപ്പൊന്ന് പോയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്ത് അടച്ചു വെക്കാം. അതിന് ശേഷം അത് വെന്ത് കടുക് വറുക്കുമ്പോഴേ മസാലയൊക്കെ അമ്മ ചേർക്കത്തുള്ളൂ. തടിപ്പം അതിൻ്റെ ആ പച്ചിപ്പൊക്കെ അങ്ങ് മാറി. അപ്പം ഞാൻ ഇനി ഇത് കുക്കറിലേക്ക് വെക്കാം. അത് നമ്മുടെ ഇറച്ചിയിലേക്ക് വഴറ്റിയ ഉള്ളി, സവാളയും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ ഇട്ടു. സ്വല്പം വെള്ളം നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട, കോഴിക്ക് വെള്ളം ഉണ്ടല്ലോ, എന്നാലും കുക്കറല്ലേ. നമുക്ക് എന്നിട്ട് നമുക്കിത് നന്നായി ഇളക്കാം. വെള്ളമൊക്കെ പറ്റാൻ മതി. ഒറ്റ വിസിലേ ആകാവൂ. ഒറ്റ വിസിലാകുമ്പോൾ നമ്മളിത് എയർ കളഞ്ഞ് ഓപ്പൺ ആക്കണം. വെള്ളം മതിയല്ലോ സുജന, വെള്ളം മതിയല്ലോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ചോദിക്കുകയായിരുന്നു വെള്ളം ഇത് മതിയോന്ന്. അപ്പം നമ്മുടെ കുക്കറ് അടച്ചു. അപ്പം അമ്മ ഇത് കൂട്ടി വയ്ക്കുകയാണ്. ഇനി ഒറ്റ വിസിലാവുമ്പോൾ നമുക്ക് എടുക്കണം. ഓക്കെ, ഒരു വിസിൽ വന്നു, അതമ്മ ഓഫ് ചെയ്തു, എയർ കളഞ്ഞു, ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമ്മുടെ ചിക്കന് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കടുക് വറക്കട്ടെ. പാൻ വെച്ചു, കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതൊന്ന് മൂക്കട്ടെ. അപ്പോൾ കടുക് അമ്മ ഇട്ട് കൊടുക്കുവാണ്. ബാക്കി ചുവന്നുള്ളിയും വറ്റില മുളകും അതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. കറിവേപ്പില
ഒന്ന് മൂക്കട്ടെ. ഇപ്പം നന്നായി മൂത്ത് വരും. ഇച്ചിരി കൂടെ ഒന്ന് മൂത്തോട്ട് പച്ചമുളകൊക്കെ ഒന്നുകൂടെ ഒന്ന് ചുമക്കാനുണ്ട്. മോളെന്നോട് ഇന്നലെ ആവശ്യപ്പെട്ടില്ലേ, അതുകൊണ്ട് അമ്മ തീർച്ചയായിട്ടും ഇന്നുണ്ടാക്കണം എന്നൊരു തീരുമാനം ഇന്നലെ തന്നെ എടുത്ത് അങ്കിളിനെ വിട്ട് ഞാൻ കോഴിയൊക്കെ വാങ്ങിപ്പിച്ച് റെഡിയാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചുകൊണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് മതിയായി. ചില പീസ് ചെയ്യാൻ വലുതായിട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് കടുവറുത്ത ശേഷം നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതാ ഇത്രയും മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിക്ക് നല്ല ടേസ്റ്റാണ് ചിക്കന്. അപ്പോൾ നമുക്ക് എരിയൊന്നും കൂടത്തില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ മല്ലിയില. അപ്പോൾ നമ്മൾ ഈ കടുവറുത്ത ശേഷം നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ആ ഇറച്ചിക്കകത്ത് നന്നായിട്ട് അത് പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റും നമുക്ക് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ ഫ്ലെയിം കൂട്ടട്ടെ, വേവിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക. എല്ലാം വെന്ത ശേഷം നമ്മൾ മസാല പൊടിയും അതിൻ്റെ കുരുമുളക് പൊടിയെല്ലാം ഇതുപോലെ കടുക് വറക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലോ ചിക്കൻ, കണ്ടല്ലോ. അപ്പം അമ്മീനി വേറൊരു ആവശ്യപ്പെടുമ്പോൾ വേറെ റെസിപ്പിയായിട്ടൊക്കെ വരാം. അപ്പോൾ എന്താ നോക്കൂ, വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണോ അതോ ഇങ്ങനെ കാണിച്ചാൽ മതിയോ? അതാ ഇങ്ങനെ മതിയല്ലോ മോളെ. അപ്പോൾ നോക്കൂ ചിക്കൻ കറി റെഡിയായി. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല, എങ്കിലും ഞാൻ എടുക്കുന്നതിന് രണ്ടാമത് അങ്ങനെ ടേസ്റ്റ് ചെയ്യേണ്ടി വരികയില്ല. ഓക്കെ, അപ്പം ബായ്.